ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സമയത്ത് വളരെ ആശ്വാസം പകരുന്ന, സന്തോഷം പകരുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. നമ്മൾ 2026-27 ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയും 28 ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയുമാകുമെന്നൊക്കെയാണ് നേരത്തെ പലരും പ്രവചിച്ചത് എങ്കിൽ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഈ വർഷം, അതായത് 2025 തന്നെ ഇന്ത്യ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകും. IMFന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് ഏപ്രിൽ 2025 ഈ കാര്യങ്ങൾ വിശദമായി പറയുന്നത്. 2025 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ഏകദേശം $4.187 ട്രില്യൺ ആയിരിക്കും. എന്നാൽ ഈ കാലയളവിൽ ജപ്പാന്റെ GDP എന്ന് പറയുന്നത് $4.186 ട്രില്യൺ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യ ജപ്പാനെ ചെറിയൊരു മാർജിനിൽ മറികടന്നിട്ട് ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുമെന്നാണ് ഇപ്പോൾ IMFന്റെ കണക്കുകൾ പറയുന്നത്. നിലവിൽ ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അതിൽ നിന്നാണ് ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറാൻ പോകുന്നത്. നിലവിൽ 1ാമത് അമേരിക്ക, 2ാമത് ചൈന, 3ാമത് ജർമ്മനി, 4ാമത് ജപ്പാൻ, 5ാമത് ഇന്ത്യ എന്നിങ്ങനെയാണ്. എന്നാൽ ഇന്ത്യ ഉടനെ തന്നെ ഈ വർഷം തന്നെ 4ാം സ്ഥാനത്തേക്ക് പോകും. 2028 നമ്മൾ 3ാം സ്ഥാനത്തിലേക്ക് എത്തും. എന്ന് വെച്ചാൽ ലോകത്തിലെ 3 സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറും. 2028 ഇന്ത്യയുടെ GDP $5.584 ട്രില്യൺ ആയിട്ട് മാറുമെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ജർമ്മനിയുടെ GDP $5.251 ട്രില്യൺ ആയിട്ട് മാറും. 2027 ഇന്ത്യ $5 ട്രില്യൺ മറികടക്കും. ലോകത്തെ അപൂർവം രാജ്യങ്ങൾക്ക് മാത്രം സാധ്യമായിട്ടുള്ള നേട്ടമാണ്. ഇന്നേ വരെ 5 ട്രില്യൺ മറികടന്നിട്ടുള്ള രാജ്യങ്ങൾ 1 അമേരിക്കയാണ്, 2 ചൈനയാണ്, 3 ജപ്പാനാണ്. ഇന്ത്യയും ആ പട്ടികയിലേക്ക് വരും. ഇത് ഒരു ചെറിയ ഒരു റിപ്പോർട്ടല്ല. ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. ഇന്ത്യ അതിശക്തമായൊരു എക്കണോമി ആയിട്ട് മാറാൻ പോകുന്നു. ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെ മുന്നോട്ട് പോവാണ്. ഈ നിലയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് 2047 ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറാൻ സാധിക്കുമെന്നാണ് IMFന്റെ കണക്കുകളും സൂചിപ്പിക്കുന്നത്. 2025 ഇന്ത്യ 6.5% വരെ വളർച്ച കൈവരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഈ ഒരു സ്ഥിതിയിൽ പോലും 7% വളർച്ച നിലനിർത്തി മുന്നോട്ട് പോയാൽ പോലും 2045-47 ഇന്ത്യക്ക് വമ്പൻ ഒരു ശക്തിയായിട്ട്, ഒരു എക്കണോമിക് പവറായിട്ട്, ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറാനായിട്ട് സാധിക്കും. എല്ലാ മേഖലയിലും ഒരു സുസ്ഥിരമായ വളർച്ച നമുക്ക് കൈവരിക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ യുദ്ധഭീതി നിലനിൽക്കുന്ന സമയത്തും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് അതിവേഗത്തിൽ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി വന്നിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമി അതിനെ അതിജീവിക്കുമെന്നും, എന്നാൽ പാകിസ്ഥാൻ എക്കണോമിക്ക് അത് നേരിടാനുള്ള ശേഷി ഉണ്ടാവില്ല എന്നുമുള്ള ചില പഠനങ്ങളും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ പഠനങ്ങൾ ഇനിയും വരാൻ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ ആഗോള തലത്തിലുള്ള ഒരു പൊസിഷൻ, ഒരു സ്വാധീനം, വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, വ്യാപാര രംഗത്തുള്ള ഇന്ത്യയുടെ ഒരു വളർച്ച, ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എക്കണോമിക്ക് ശക്തമായിട്ട് മുന്നോട്ട് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. എന്നാൽ ആകെ മൊത്തം തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ പാകിസ്ഥാൻ്റേത്. അപ്പോൾ ഒരു യുദ്ധം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ താങ്ങാനുള്ള ഒരു ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നാണ് എല്ലാ സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഈ വർഷം തന്നെ ഇന്ത്യ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. നിലവിൽ 5ാം സ്ഥാനത്താണ്. ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി നമ്മൾ 4ാമത്തെ സ്ഥാനത്തിലേക്ക് എത്തും എന്ന് മാത്രമല്ല, ജപ്പാനെയാണ് നമ്മൾ പിന്നിലാക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.